ക്രിസ്തീയ വിവാഹത്തിൻ്റെ ആദ്യ മാതൃകയും ആദർശവുമായി ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും വിവാഹ നിശ്ചയത്തെ കാണുന്നു. ഈശോയുടെ മാതാപിതാക്കളാകുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദമ്പതികൾ ജോസഫും മേരിയും. വിവാഹത്തിന് മുൻപ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇവർ എങ്ങനെ കണ്ടുമുട്ടിയെന്ന് നമുക്ക് നോക്കാം. വിവാഹശേഷം അനേകം വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന അന്നയ്ക്കും യോവാക്കിമിനും വാർദ്ധക്യത്തിൽ ദൈവം കൊടുത്ത കുഞ്ഞാണ് പരിശുദ്ധ മറിയം. മേരിക്ക് 3 വയസ്സായപ്പോൾ അന്ന മകളെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതായി പാരമ്പര്യമുണ്ട്. മറിയത്തിന് 13 വയസ്സായപ്പോൾ ദൈവം പുരോഹിതനായ ശിമിയോനിലൂടെ അവൾക്ക് വിവാഹപ്രായമായി എന്ന വെളിപ്പെടുത്തൽ നൽകി. കാരണം മറിയം തൻ്റെ ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു. സംഭവിക്കാൻ പോകുന്ന വിവാഹത്തെക്കുറിച്ച് മറിയം 9 ദിവസം പ്രാർത്ഥിച്ചു. അങ്ങനെ സമീപ പ്രദേശങ്ങളിൽ വിവാഹം കഴിക്കാറായ ആളുകളെ ഒന്നിച്ചു കൂട്ടണം. അവർക്ക് ദേവാലയത്തിൽ ഓരോ വടികൾ തയ്യാറാക്കി വയ്ക്കണം. വടികൾ എടുക്കുമ്പോൾ വ്യക്തമായ അടയാളം നൽകും. അവനെ അവൾക്ക് ഭർത്താവായി നൽകണം. പുരോഹിതനായ സക്രിയായ്ക്ക് അറിയിപ്പ് ലഭിച്ചതനുസരിച്ച് സമീപ പ്രദേശങ്ങളിൽ വിവാഹപ്രായമായ യുവാക്കളെ ദേവാലയത്തിൽ വിളിച്ചുകൂട്ടി. അതിൽ 33കാരനായ നസറത്തിൽ നിന്നുള്ളവനും ജെറുസലേമിൽ താമസിക്കുന്നവനുമായ ജോസഫും ഉണ്ടായിരുന്നു. സുമുഖനും ബഹുമാന്യനും വിശുദ്ധനുമായ ജോസഫ് തൻ്റെ 12 വയസ്സ് മുതൽ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത വ്യക്തിയായിരുന്നു. മറിയത്തെ ഭാര്യയാക്കുന്നതിനെക്കുറിച്ചും തൻ്റെ പ്രതിജ്ഞയെക്കുറിച്ചും ജോസഫ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചില പാരമ്പര്യങ്ങളിൽ ജോസഫ് പ്രായമുള്ള ആളായിരുന്നുവെന്നും മറ്റു ചില പാരമ്പര്യങ്ങളിൽ ജോസഫ് ചെറുപ്പക്കാരനായിരുന്നുവെന്നും പറയുന്നു. അങ്ങനെ ഒരുമിച്ച് കൂടിയ യുവാക്കളെല്ലാം ദൈവത്തെ ആരാധിക്കാനായി ദേവാലയത്തിൽ പ്രവേശിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന ഓരോ യുവാക്കളുടെ കൈകളിലും പുരോഹിതൻ ഓരോ ഉണങ്ങിയ വടികൾ നൽകി. എന്നാൽ ആദ്യം വന്നവരുടെ വടിയിൽ പ്രത്യേകമായ വ്യത്യാസമൊന്നും കണ്ടില്ല. ജോസഫ് ഏറ്റവും അവസാനമാണ് ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചിറങ്ങിയത്. അന്നേരം പ്രധാന പുരോഹിതൻ ഒരു ഉണങ്ങിയ വടി ജോസഫിൻ്റെ കയ്യിൽ നൽകി. ഉടൻ തന്നെ ആ വടിയിൽ വെള്ള നിറത്തിലുള്ള പുഷ്പങ്ങളുണ്ടായി. ഒപ്പം തന്നെ പ്രാവിൻ്റെ രൂപത്തിൽ ഒരു അതുല്യ പ്രകാശം ജോസഫിൻ്റെ തലയ്ക്ക് മുകളിലായി നിലകൊള്ളുകയും ചെയ്തു. ജോസഫിനെ തന്നെയാണ് മറിയത്തിനായി തിരഞ്ഞെടുത്തത് എന്ന് അങ്ങനെ ദൈവം ഉന്നത പുരോഹിതന് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജോസഫും മറിയവും വിവാഹത്തിന് ശേഷം മറിയത്തിൻ്റെ മാതാപിതാക്കൾ താമസിച്ചിരുന്ന നസ്രത്തിലെ കൊച്ചു ഭവനത്തിലേക്ക് മാറി. മരപ്പണിക്കാരനായ ജോസഫ് നസ്രത്തിൽ തൻ്റെ തൊഴിൽ തുടർന്നു. മറിയത്തിൻ്റെ മാതാപിതാക്കളായ അന്നയെയും യോവാക്കിമിനെയും പോലെ അവർ തങ്ങളുടെ വരുമാനത്തിൻ്റെ 1/3 പാവങ്ങൾക്കായി നൽകി. ഇങ്ങനെയാണ് മറിയവും ജോസഫും വിവാഹത്തിന് മുൻപ് കണ്ടുമുട്ടുന്നത്. താങ്ക് യു.